നിങ്ങൾക്കറിയാമോ, റിലയൻസ് ഫൗണ്ടേഷനും ഇൻഫോസിസ് ഫൗണ്ടേഷനും നമ്മൾ വിചാരിക്കുന്ന പോലെ ട്രസ്റ്റ് അല്ല. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. നമ്മൾ ഈ കേൾക്കുന്ന വലിയ പേരുകളല്ല ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരമുള്ള ട്രസ്റ്റ് അല്ല. അവയെല്ലാം കമ്പനീസ് ആക്ടിന്റെ കീഴിലുള്ള സെക്ഷൻ 8 കമ്പനികളാണ്. ലാഭമുണ്ടാക്കാത്ത ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ട്രസ്റ്റും സെക്ഷൻ 8 കമ്പനിയും തമ്മിൽ എന്താ ഡിഫറൻസ്? രണ്ടും നോൺ പ്രോഫിറ്റബിൾ തന്നെയല്ലേ? രണ്ടും നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. പക്ഷേ അതിന്റെ നിയമവും അതിന്റെ ഗവർണൻസും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം കൺട്രോളിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ട്രസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് സെക്ഷൻ 8 കമ്പനിയാണ് നോക്കുന്നത്. ഇപ്പൊ ചെലവ് കംപ്ലൈൻസ് കോസ്റ്റിന്റെ കാര്യം നോക്കാം. ട്രസ്റ്റിന് വളരെ കുറവാണ് കംപ്ലൈൻസ് കോസ്റ്റ്, പക്ഷേ സെക്ഷൻ 8 കമ്പനിക്കോ അത് കുറച്ച് കൂടുതലാണ്. ഇനി ബാധ്യത ലൈബിലിറ്റി എന്നൊക്കെ പറയുന്നത് ട്രസ്റ്റിന് അൺലിമിറ്റഡ് റിസ്ക് ആണ്, പക്ഷേ സെക്ഷൻ 8 കമ്പനിക്കോ ലിമിറ്റഡ് റിസ്ക്. അത് പിന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയും ആണ്. പിന്നെ ട്രസ്റ്റിന് വലിയ ഗ്രാൻഡോ ഫണ്ടിങ്ങോ കിട്ടാനൊക്കെ പ്രയാസമാണ്. സെക്ഷൻ 8 കമ്പനിക്ക് അത് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ ടാറ്റ ട്രസ്റ്റ് അല്ലേ? അതെ, അത് ട്രസ്റ്റ് ആണ്. അത് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരമുള്ള ട്രസ്റ്റ് ആണ്. 2022 രത്തൻ ടാറ്റ ഒരു സെക്ഷൻ 8 കമ്പനി കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ട്രസ്റ്റ് ആയിട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് അതൊരു സെക്ഷൻ 8 കമ്പനി ആക്കി മാറ്റാൻ പറ്റുമോ? പ്യുവർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ അത് പിന്നീട് കൺവേർട്ട് ചെയ്ത് ഒരു സെക്ഷൻ 8 കമ്പനി ആക്കാം. പക്ഷേ ട്രസ്റ്റിന് ചെലവ് കുറവായ കാരണം ട്രസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു സെക്ഷൻ 8 കമ്പനി പുതുതായിട്ട് തുടങ്ങിയാൽ മതി. ഇനി ഈ ട്രസ്റ്റ് ഒക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യാമെന്ന് ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.